ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അത് നമ്മളെ ബാധിക്കുന്നുണ്ടോ, അത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു, ചിലരോട് സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജി കിട്ടുന്നു. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവ് എനർജി കൊണ്ടുവരാനോ നെഗറ്റീവ് എനർജി കൊണ്ടുവരാനോ സാധിക്കുന്നുണ്ടോ? എന്താണ് ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതുണ്ടോ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പലതരം വികാരങ്ങൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്. സന്തോഷം, ചിലപ്പോൾ നമുക്ക് ദുഃഖം, അങ്ങനെ മാറി മറിഞ്ഞാണ് ഓരോ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ വികാരങ്ങൾക്ക് നമ്മളെ അങ്ങനെ തന്നെ ബാധിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി, നമുക്ക് ചിലപ്പോൾ അതിൽ കുറച്ച് നേരത്തേക്ക് എക്സൈറ്റഡ് ആവാം, പക്ഷെ അതിൽ കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരും. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു ഹൊറർ മൂവി കാണുകയാണെങ്കിൽ ആ ഒരു ഹൊററിൻ്റെ എഫക്റ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, അത് നോർമലാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് സെൻസേഷൻ, നമ്മളിപ്പോൾ ചുറ്റുമുള്ള നമ്മുടെ എൻവിറോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസേഷൻ വഴിയാണ്, ന്യൂറൽ പ്രോസസ്സിങ് വഴിയായിട്ടാണ്. ഇപ്പോൾ കുറേ സെൻസറി റിസപ്റ്റേഴ്സ് നമ്മുടെ സെൻസ് ഓർഗൻസിൽ പ്രസൻ്റ് ആണ്. അത് ആ സെൻസറി ഓർഗൻസ് അതിനെ സ്വീകരിക്കുകയും അത് ബ്രെയിനിൻ്റെ പർട്ടിക്കുലർ ഏരിയയിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സെൻസേഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു സൗണ്ട് ആണെങ്കിൽ ആ സൗണ്ട് സ്റ്റിമുലായി നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് നമ്മുടെ ഡയഫ്രത്തിൽ വന്ന് ടച്ച് ചെയ്യുകയും ആ സൗണ്ട് പിന്നീട് തരംഗങ്ങളായി നമ്മുടെ ഓഡിറ്ററി നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയും അവിടെ നമുക്ക് സൗണ്ട് തിരിച്ചറിയുകയും ചെയ്ത് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. എല്ലാ സെൻസേഷനും ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇമോഷൻ്റെ കാര്യത്തിലും ഏകദേശം അതുപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ ചില ഇമോഷൻസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ചില ഏരിയസിൽ സ്റ്റിമുലേഷൻ നടക്കുകയും അതിനെ പിന്നീട് മെമ്മറിയായി നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യപ്പെടുകയും ആ മെമ്മറി നമ്മുടെ പിന്നീടുള്ള കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുമായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്തു, ചില കാര്യങ്ങൾ നടന്നപ്പോൾ ചില നെഗറ്റീവ് ഇമോഷൻസ് ഫീൽ ചെയ്തെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയും പിന്നീട് അതൊരു മെമ്മറി അല്ലെങ്കിൽ ഒരു നോളജായി നമ്മുടെ ഉള്ളിൽ തീരുകയും അതുപോലുള്ള സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനോട് വളരെയധികം റിയാക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തുടരെ നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റിമുലേഷൻ നടക്കുകയും അത് നമ്മുടെ ബ്രെയിനെ കൂടെ ബാധിക്കുകയും ചെയ്യുന്നു. അത് ചിലപ്പോൾ നമ്മിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് മെമ്മറിയായി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മൾ പിന്നീട് മറ്റ് സറൗണ്ടിങ്സിനോട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോട് പോസിറ്റീവായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ എക്സ്പീരിയൻസുകളാണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നനുസരിച്ചായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസുകളാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് സിറ്റുവേഷൻസിനോടും ആളുകളോടും റെസ്പോണ്ട് ചെയ്യുകയും ആളുകൾക്ക് നമ്മിൽ നിന്ന് പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് തുടരെ നെഗറ്റീവ് ആണെങ്കിൽ അത് ആളുകളെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം, പറയാനായിട്ട് സാധിക്കില്ല. അത് എടുക്കുന്ന വ്യക്തിയുടെ സാഹചര്യം പോലെയിരിക്കും. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് പോസിറ്റീവ് എനർജീസിനെ എൻ്റർടൈൻ ചെയ്യാം, പോസിറ്റീവ് എക്സ്പീരിയൻസിനെ ഉൾക്കൊള്ളാം. നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റി പോസിറ്റീവ് എക്സ്പീരിയൻസുകളെ സ്റ്റോർ ചെയ്യുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.